Dear students, welcome back to our cost accounting discussion zone. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് അബൌട്ട് ബോണസ് പ്ലാൻസ്. ലേബർ കോസ്റ്റ് കൺട്രോളുമായി ബന്ധപ്പെട്ട 4th പാർട്ട് വീഡിയോ ആണ് ഇന്നത്തെ ക്ലാസ്. ബോണസ് പ്ലാനുകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Number of bonus plans are available. In this video, we will discuss about two major bonus plans: Halsey Premium Plan and Rowan Premium Plan. First of all, we have to check what are the various objectives of bonus plans. ഇങ്ങനൊരു ബോണസ് പ്ലാന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ പ്രാധാന്യം എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ, ടു സ്റ്റിമുലേറ്റ് പ്രൊഡക്ഷൻ ആൻഡ് ഓൾസോ ടു റിവാർഡ് എഫിഷ്യൻസി ഓഫ് വർക്കേഴ്സ് ആൻഡ് ടു റെഡ്യൂസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ബേസിക്കലി ദീസ് ആർ ദ objectives behind bonus plans. Stimulation of production, അതേപോലെ efficient workers are to be rewarded, അതുപോലെ reduction in cost of production. These are the objectives of bonus plans. First and most important bonus plan is Halsey plan. What is Halsey plan? Under Halsey plan, bonus is 50% of time saved. Bonus is 50% of time saved. 30% to 90% എന്നൊക്കെ കാണാം. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ അങ്ങനെയും കാണാം. 30% to 90%. നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 50% നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്നിരുന്നാലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനൊക്കെ വരുന്ന സമയത്ത് ആ ഒരു റേഞ്ച് ചോദിക്കാൻ സ്കോപ്പ് ഉണ്ട്. 30% to 90%. ജനറലി ബോണസ് ഈസ് 50% ഓഫ് ടൈം സേവ്ഡ്. ടൈം സേവ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിഫറൻസസ് ബിറ്റ്വീൻ ടൈം ടേക്കൺ ആൻഡ് സ്റ്റാൻഡേർഡ് ടൈം. Okay, time saved is equal to standard time minus time taken. Time saved is equal to standard time minus time taken. That is time saved. Standard time എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ആ ഒരു എംപ്ലോയിക്ക് സ്ഥാപനം അനുവദിച്ച മാക്സിമം ടൈം, ഇത്ര ടൈമിനുള്ളിൽ ജോബ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളൊരു സ്റ്റാൻഡേർഡ് ടൈം അവിടെ ഉണ്ടാവും. ബേസ്ഡ് ഓൺ സം സ്റ്റഡീസ്, മോഷൻ ഫീസിബിലിറ്റി സ്റ്റഡീസ് ബേസ് ചെയ്തുകൊണ്ട് അവിടെ ഒരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡ് ടൈമിനേക്കാളും എത്ര വേഗത്തിൽ മുമ്പേ വർക്ക് കംപ്ലീറ്റ് ചെയ്തു എന്നതാണ് ടൈം സേവ്ഡ് എന്ന് പറയുന്നത്. അതായത് 10 ഹവറാണ് സ്റ്റാൻഡേർഡ് ടൈമെങ്കിൽ സ്ഥാപനം ഫിക്സ് ചെയ്ത ടൈം 10 ഹവറാണ്. എന്നാൽ ഈ ഒരു എംപ്ലോയി 8 ഹവർ കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് വെക്കുകയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ടൈം സേവ്ഡ് എന്ന് പറയുന്നത് 2 ഹവേഴ്സാണ്. 10 minus 8. ഓക്കെ, ഹാൽസേ പ്ലാൻ പ്രകാരം ബോണസ് കാണാനുള്ള ഇക്വേഷൻ ആണ് ടൈം സേവ്ഡ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടൈം റേറ്റ്. ദാറ്റ് ഈസ് ഓൾ. ബോണസ് ഈസ് ഈക്വൽ ടു ടൈം സേവ്ഡ് ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം സേവ്ഡിൻ്റെ ഹാഫ് എടുക്കുക, 50%. ടൈം സേവ്ഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 50% ഓഫ് ടൈം സേവ്ഡ് അങ്ങനെയും പറയാം. ഓക്കെ, ടൈം സേവ്ഡ് എന്താണ്? സ്റ്റാൻഡേർഡ് ടൈം മൈനസ്
ടൈം ടേക്കൺ ആണ്. ഓക്കെ, അങ്ങനെ ടൈം സേവ്ഡ് കണ്ടെത്തുന്നു, അതിൻ്റെ പകുതി എടുക്കുന്നു ഇൻറ്റു ടൈം റേറ്റ്, അവർ റേറ്റ്. ഓക്കെ, ആ റേറ്റ് കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. ആൻസർ വിൽ ബി ബോണസ്. അങ്ങനെയാകുമ്പോൾ ടോട്ടൽ ഏർണിങ്സ് എന്ന് പറയുന്നത് വേജസ് പ്ലസ് ബോണസ് ആയിരിക്കും. ഓക്കെ, വേജസ് എന്ന് പറയുമ്പോൾ അത് മാറ്റില്ല, അതേത് ബോണസ് പ്ലാൻ പ്രകാരവും വേജസ് ഇസ് ഈക്വൽ ടു ടൈം ടേക്കൺ ഇൻറ്റു ടൈം റേറ്റ്. ഓക്കെ, ബോണസിലാണ് വ്യത്യാസം കിടക്കുന്നത്. പ്ലാന് മാറുമ്പോൾ പ്രീമിയം പ്ലാന് മാറുന്നതിനനുസരിച്ച് ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് മാറ്റം വരുന്നുണ്ടാവുക. ഓക്കെ, വേജസ് കാണുന്ന കാര്യത്തിൽ എല്ലാ പ്ലാന് പ്രകാരവും ഒരേ ഇക്വേഷനാണ്, ടൈം ടേക്കൺ ഇൻറ്റു ടൈം റേറ്റ്. ഓക്കെ, ഈ ഒരു പ്ലാൻ എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ടൈം ആൻഡ് പീസ് റേറ്റ് സിസ്റ്റമാണ്. ഓക്കെ, ഹാൽസെ പ്രീമിയം പ്ലാൻ എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ടൈം ആൻഡ് പീസ് റേറ്റ് സിസ്റ്റമാണ്. കാരണം എഫിഷ്യൻ്റ് വർക്കർ റിവാർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ടൈം സേവ് ചെയ്യുന്നതിനനുസരിച്ച് ബോണസ് കൊടുക്കുന്നത് കൊണ്ട് വി ക്യാൻ സേ ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ടൈം ആൻഡ് പീസ് റേറ്റ് സിസ്റ്റം. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്തെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ചെയ്യുന്നതിന് മുമ്പേ ഒരു പ്ലാൻ കൂടെ പരിചയപ്പെടാം. ഇന്നത്തെ ക്ലാസ് തിയറിറ്റിക്കലാണ്. 2 ബോണസ് പ്ലാനുകൾ പരിചയപ്പെടുത്താണ് ചെയ്യുന്നത്. ശേഷം നെക്സ്റ്റ് ക്ലാസ്സിലാണ് നമ്മൾ ഹാൽസെ പ്ലാൻ പ്രകാരമുള്ള അതുപോലെ റോവൻ പ്ലാൻ പ്രകാരമുള്ള പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ഒട്ടുമിക്ക കൊമേഴ്സ് റിലേറ്റഡ് എക്സാമുകൾക്കും ഹാൽസെ പ്ലാൻ ഓർ റോവൻ പ്ലാൻ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. പ്രോബ്ലമായിട്ട് തന്നെ ബോണസ് കാൽക്കുലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ടോട്ടൽ ഏർണിങ്സ് കാണാനൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിരുന്നാലും ഇന്ന് നമ്മൾ കൺസെപ്റ്റ് ക്ലിയർ ചെയ്യുകയാണ്. നെക്സ്റ്റ് റോവൻ പ്ലാൻ. ഈ റോവൻ പ്ലാനും ഹാൽസെ പ്ലാനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് ബോണസ്. ഓക്കെ, ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണ് ഈ 2 പ്ലാനുകൾ തമ്മിലുള്ള വ്യത്യാസം കിടക്കുന്നത്. അത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് കമ്പാരിസൺ കൂടെ നടത്താവുന്നതാണ്. ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി മാറുന്നത് കൊണ്ട് നമുക്ക് മറ്റ് ചില വ്യത്യാസങ്ങൾ കൂടെ കണ്ടെത്താം. എങ്ങനെയാണ് റോവൻ പ്ലാൻ പ്രകാരം ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ബോണസ് ഈസ് ഈക്വൽ ടു ടൈം സേവ്ഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം ഇൻറ്റു ടൈം ടേക്കൺ ഇൻറ്റു ടൈം റേറ്റ്. ഇതാണ് ഇക്വേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഹാൽസെ പ്ലാനിൽ നമ്മൾ ചെയ്ത പോലെ ടൈം സേവ്ഡ് കണ്ടുപിടിക്കുക, സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ടൈം ടേക്കൺ. ദെൻ ആ ടൈം സേവ്ഡ് എന്നതിനെ സ്റ്റാൻഡേർഡ് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ടൈം സേവ്ഡും സ്റ്റാൻഡേർഡ് ടൈമും തമ്മിലുള്ള ഒരു പ്രപ്പോർഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ കിട്ടിയ പ്രപ്പോർഷൻ അതിനെ ടൈംസ് ടേക്കൺ ഇൻറ്റു ടൈം റേറ്റ് ഇൻറ്റു ചെയ്യുക. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ. ദ ആൻസർ വിൽ ബി ബോണസ്. ഓക്കെ, ഇതാണ് ഇവിടെ ഇക്വേഷനായിട്ട് വരുന്നത്. ടൈം സേവ്ഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം ഇൻറ്റു ടൈം ടേക്കൺ ഇൻറ്റു ടൈം റേറ്റ്. ഓക്കെ, ഈ റോവൻ പ്ലാൻ എന്ന് പറയുന്നത് ഹാൽസെ പ്ലാനേക്കാളും മോർ ലിബറലാണ്. റോവൻ പ്ലാൻ ഈസ് മോർ ലിബറൽ ദാൻ ഹാൽസെ പ്ലാൻ. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണസ് ഇൻക്രീസസ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ് അറ്റ് എ ഹയർ ലെവൽ ഓഫ് എഫിഷ്യൻസി. ഓക്കെ, നോ ഫുൾ ബെനിഫിറ്റ് ഓഫ് ടൈം സേവ്ഡ് ഫോർ ദ എംപ്ലോയീസ്. ഹാൽസെ പ്ലാന് പോലെ അല്ല റോവൻ പ്ലാൻ. ഹാൽസെ പ്ലാൻ പ്രകാരം എംപ്ലോയീസ് റഷ് ആവാനൊക്കെ സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ പറയാം, കമ്പാരിസൺ നടത്തുമ്പോൾ പറയാം. റോവൻ പ്ലാൻ പ്രകാരം ബോണസ് ഇൻക്രീസ് ചെയ്യുന്നത് ഡിക്രീസിങ് റേറ്റിലാണ്. ഓക്കെ, ഫസ്റ്റൊക്കെ നല്ല ബോണസ് ആയിരിക്കും, ദെൻ
എഫിഷ്യൻസി കൂടുന്നതിനനുസരിച്ച് ബോണസ് കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, ടൈം സേവ്ഡിൻ്റെ ഫുൾ ബെനിഫിറ്റ് ലഭിക്കുന്നില്ല എന്നതാണ്. ഇഫ് ടൈം സേവ്ഡ് ഈസ് മോർ ദാൻ 50% ഓഫ് ദ സ്റ്റാൻഡേർഡ് ടൈം, നോ ഇൻസെൻറ്റീവ് ബിയോണ്ട് ദിസ് ലെവൽ. അതാണ് റോവൻ പ്ലാൻ്റെ ഒരു പ്രത്യേകത. 50%-ൽ കൂടുതൽ ടൈം സേവ് ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ ഇൻസെൻറ്റീവ് ഇല്ല എന്നതാണ്. ഓക്കെ, ആ ലെവലിനപ്പുറത്തേക്ക് ഒരു ഇൻസെൻറ്റീവ് ഇയാൾക്ക് ലഭിക്കുന്നില്ല. അതായത് 10 hours ആണ് സ്റ്റാൻഡേർഡ് ടൈമെങ്കിൽ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 5 hours. 5 hours-നേക്കാളും മുമ്പേ വളരെ റഷായിക്കൊണ്ട് ഒരു എംപ്ലോയി 4 hour കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. അത്ര എഫിഷ്യൻ്റ് ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഹൈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹയർ ലെവൽ ഓഫ് എഫിഷ്യൻസി ഉള്ള ആ ഒരു എംപ്ലോയിക്ക് അതിനുള്ള ഇൻസെൻറ്റീവ് ലഭിക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, പറയാം കമ്പാരിസൺ ഓഫ് ഹാൽസേ പ്ലാൻ ആൻഡ് റോവൻ പ്ലാൻ. ഇവിടെ നമ്മൾ 2 പ്ലാനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 3 കാര്യങ്ങൾ പറയാൻ സാധിക്കും. അതായത് അണ്ടിൽ ദ വർക്ക് ഈസ് ഫിനിഷ്ഡ് ഇൻ ഹാഫ് ദ സ്റ്റാൻഡേർഡ് ടൈം, ഏർണിങ്സ് അണ്ടർ റോവൻ പ്ലാൻ ഈസ് ഹയർ. സ്റ്റാർട്ടിങ്ങിലൊക്കെ റോവൻ പ്ലാൻ പ്രകാരമാണ് ഏർണിങ്സ് കൂടുതൽ ലഭിക്കുന്നുണ്ടാവുക. ജനറലി അങ്ങനെയാണ്. ഏതൊരാൾക്കും ഹാഫ് ടൈം കൊണ്ട് സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ ഹാഫ് കൊണ്ടൊന്നും വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. ജനറലി ടൈം സേവ്ഡ് ഏത് സ്ഥാപനം നോക്കിക്കഴിഞ്ഞാലും സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ ഹാഫിനേക്കാളും ഹാഫ് വരണമെന്നില്ല. ഓക്കെ, 10 hour ആണ് സ്റ്റാൻഡേർഡ് ടൈമെങ്കിൽ ഒരു 8 hour 7 hour ഒക്കെ എടുത്തിട്ടായിരിക്കും വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. റോവൻ പ്ലാൻ പ്രകാരം സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ ഹാഫിനേക്കാളും കൂടുതലാണ് ടൈം വന്നത്. അതായത് 6 hour 7 hour 8 hour 9 hour 10 hour ആണല്ലോ സ്റ്റാൻഡേർഡ് ടൈം. ഇങ്ങനെയാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്കിൽ റോവൻ പ്ലാൻ പ്രകാരമായിരിക്കും ഏർണിങ്സ് കൂടുതൽ വരുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെ ഓർമ്മിക്കുക. വെൻ വർക്ക് ഈസ് ഫിനിഷ്ഡ് ഇൻ ഹാഫ് ദ സ്റ്റാൻഡേർഡ് ടൈം. ഓക്കെ, അണ്ടിൽ എന്നാണ്, വെൻ നോട്ട് വെൻ. അണ്ടിൽ ദ വർക്ക് ഈസ് ഫിനിഷ്ഡ് ഇൻ ഹാഫ് ദ സ്റ്റാൻഡേർഡ് ടൈം, ഏർണിങ്സ് അണ്ടർ റോവൻ പ്ലാൻ ഈസ് ഹയർ. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ 10 hour ആണ് സ്റ്റാൻഡേർഡ് ടൈമെങ്കിൽ 6 hour 7 hour 8 hour ഒക്കെ എടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഹാൽസേ പ്ലാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റോവൻ പ്ലാൻ പ്രകാരമായിരിക്കും ഏർണിങ്സ് കൂടുതൽ വരുന്നുണ്ടാവുക. ഇനി വെൻ ദ വർക്ക് ഈസ് ഫിനിഷ്ഡ് ഇൻ ഹാഫ് ദ സ്റ്റാൻഡേർഡ് ടൈം, ഏർണിങ്സ് ആർ ഈക്വൽ അണ്ടർ ബോത്ത് ഹാൽസേ ആൻഡ് റോവൻ പ്ലാൻ. ഇനി ഒരു എംപ്ലോയി 10 hour സ്റ്റാൻഡേർഡ് ടൈം അലോട്ട് ചെയ്ത സമയത്ത് 5 hour കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതിയാവും. ഹാൽസേ പ്ലാൻ പ്രകാരവും റോവൻ പ്ലാൻ പ്രകാരവും ഈക്വൽ ഏർണിങ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ബോണസ് ഈക്വൽ ആയിരിക്കും ഹാൽസേ പ്ലാൻ പ്രകാരവും റോവൻ പ്ലാൻ പ്രകാരവും. കാരണം വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് ഹാഫ് ദ സ്റ്റാൻഡേർഡ് ടൈമാണ്. ഓക്കെ, 10 hour സ്റ്റാൻഡേർഡ് ടൈം അലോട്ട് ചെയ്ത സമയത്ത് 5 hour കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. ഹാഫ് ദ സ്റ്റാൻഡേർഡ് ടൈം. ഓക്കെ, ഇൻ ദിസ് സിറ്റുവേഷൻ ഏർണിങ്സ് ആർ ഈക്വൽ അണ്ടർ ബോത്ത് ഹാൽസേ പ്ലാൻ ആൻഡ് റോവൻ പ്ലാൻ. അതേപോലെ വെൻ ദ വർക്ക് ഈസ് കംപ്ലീറ്റഡ് ഇൻ ലെസ് ദാൻ ഹാഫ് ദ സ്റ്റാൻഡേർഡ് ടൈം, ഏർണിങ്സ് അണ്ടർ ഹാൽസേ പ്ലാൻ ഈസ് ഗ്രേറ്റർ. നമ്മൾ നേരത്തെ റോവൻ പ്ലാൻ പ്രകാരം പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ്, സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ ഹാഫിനേക്കാളും കുറവ് സമയമെടുത്തുകൊണ്ടാണ് ഒരു തൊഴിലാളി വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഹാൽസേ പ്ലാൻ പ്രകാരമായിരിക്കും ഏർണിങ്സ് കൂടുതൽ വരിക. ഓക്കെ, അതായത് 10 hour സ്റ്റാൻഡേർഡ് ടൈം ആണെങ്കിൽ ഒരു 3 hour 4 hour എടുത്തുകൊണ്ട് വളരെ റഷായിട്ട്
അത്രയും എഫിഷ്യൻസി കാണിച്ചുകൊണ്ട് ഒരു എംപ്ലോയി വർക്ക് കംപ്ലീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ ഹാൽസെ പ്ലാൻ പ്രകാരമായിരിക്കും ഏർണിങ്സ് കൂടുതൽ വരുന്നത്. ഇങ്ങനെ നമുക്ക് ഹാൽസെ പ്ലാനും റോവൻ പ്ലാനും കമ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യനാണ് വൈ റോവൻ പ്ലാൻ ഈസ് ബെറ്റർ ഫ്രം ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിൽക്കുകയാണെങ്കിൽ, ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ റോവൻ പ്ലാൻ ഈസ് ബെറ്റർ ദാൻ ഹാൽസെ പ്ലാൻ. മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം റോവൻ പ്ലാൻ ബെറ്ററാണ് എന്ന് പറയപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഹാൽസെ പ്ലാൻ ആൻഡ് റോവൻ പ്ലാൻ കമ്പാരിസൺ നടത്തിയ സമയത്ത് തന്നെ ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും വൈ റോവൻ പ്ലാൻ ഈസ് ബെറ്റർ ദാൻ ഹാൽസെ പ്ലാൻ ഫ്രം ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് മാനേജ്മെൻറ്റ്. ദ റീസൺസ് ആർ ഹാൽസെ പ്ലാൻ റിസൾട്ട്സ് ഇൻ ടു അബ്നോർമലി ഹൈ സ്പീഡ് വർക്ക് ബൈ വർക്കേഴ്സ് ടു ഏൺ മോർ ബോണസ്. നമ്മൾ പറഞ്ഞല്ലോ, പെട്ടെന്ന് മീൻസ് സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ ഹാഫ് എടുക്കാതെ 10 അവർ അലോട്ട് ചെയ്ത സമയത്ത് 4 അവർ കൊണ്ടൊക്കെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഹാൽസെ പ്ലാൻ പ്രകാരം ഏർണിങ്സ് കൂടുതൽ ലഭിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെയാണ് വരിക. അപ്പോൾ എംപ്ലോയീസ് റഷ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, എംപ്ലോയീസൊക്കെ വളരെ റഷ് ആവാനുള്ള സാധ്യതയുണ്ട്. 10 അവർ അലോട്ട് ചെയ്ത സമയത്ത് 4 അവർ കൊണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും റഷ് ആവണ്ടേ? ഓക്കെ, ഇനി 5 അവർ കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ 2 പ്ലാന് പ്രകാരവും ഏർണിങ്സ് ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി 5 അവറിനേക്കാളും കൂടുതൽ എടുക്കുകയാണ്, 6 അവർ 7 അവറൊക്കെ എടുക്കുകയാണെങ്കിൽ റോവൻ പ്ലാൻ പ്രകാരമാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഹാൽസെ പ്ലാൻ പ്രകാരം കൂടുതൽ ഏർണിങ്സ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ എംപ്ലോയി 4 അവർ കൊണ്ടോ 3 അവർ കൊണ്ടോ ഒക്കെ വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എംപ്ലോയി വളരെ സ്പീഡ് ആവാനുള്ള, റഷ് ആവാനുള്ള, അബ്നോർമലായിട്ട് ഓക്കെ ഹൈ സ്പീഡ് വർക്ക് ബൈ വർക്കേഴ്സ് അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ മറ്റൊരു റീസണാണ് റോവൻ പ്ലാൻ ഈസ് ബെറ്റർ ദാൻ ഹാൽസെ പ്ലാൻ ഫ്രം ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയാൻ കാരണമായിട്ടുള്ള മറ്റൊരു പോയിൻ്റാണ് ഈവൺ ഇഫ് ദ സ്റ്റാൻഡേർഡ് ഫിക്സ്ഡ് ബൈ മാനേജ്മെൻറ്റ് ഈസ് ലൂസ് അണ്ടർ റോവൻ പ്ലാൻ നോട്ട് മച്ച് അഡ്വാൻറ്റേജ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ ലാബർ. ഇനി അഥവാ നല്ല പഠനങ്ങളൊന്നും നടത്താത്ത രൂപത്തിലാണ് മാനേജ്മെൻറ്റ് റോവൻ പ്ലാൻ ഫിക്സ് ചെയ്തത് എങ്കിൽ അവിടെ വലിയൊരു അഡ്വാൻറ്റേജ് ഒന്നും എംപ്ലോയീസിന് ലഭിക്കുന്നില്ല എന്നതാണ്. നമ്മൾ പറഞ്ഞല്ലോ, റോവൻ പ്ലാൻ പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞിരുന്നു ബോണസ് ഇൻക്രീസസ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ് അറ്റ് എ ഹയർ ലെവൽ ഓഫ് എഫിഷ്യൻസി. ഓക്കെ, എംപ്ലോയി പെട്ടെന്ന് തീർക്കുമ്പോൾ ഡിക്രീസിങ് റേറ്റിലാണ് അവിടെ ബോണസ് പോകുന്നത്. ബോണസ് ലഭിക്കുന്നുണ്ട് എങ്കിലും ഡിക്രീസിങ് റേറ്റിലാണ്. അതേപോലെ നോ ഫുൾ ബെനിഫിറ്റ് ഓഫ് ടൈം സേവ്ഡ്. ഇഫ് ടൈം സേവ്ഡ് ഈസ് മോർ ദാൻ 50% ഓഫ് സ്റ്റാൻഡേർഡ് ടൈം നോ ഇൻസെൻറ്റീവ് ബിയോണ്ട് ദിസ് ലെവൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ഒരു നോർമൽ കേസിൽ മാത്രമാണ് നമ്മൾ റോവൻ പ്ലാൻ അപ്ലൈ ചെയ്യുന്നത്. എംപ്ലോയീസ് വളരെ എഫിഷ്യൻ്റ് ആവുന്ന സമയത്ത്, അത്രയും സ്പീഡിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ ഒരു അളവിൽ, ആ ഒരു ലെവൽ ഓഫ് എഫിഷ്യൻസി അതിനാനുപാതികമായിട്ട് ബോണസ് ലഭിക്കുന്നില്ല എന്നതാണ് റോവൻ പ്ലാൻ്റെ പ്രത്യേകത. സോ മാനേജ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഇത് സ്ഥാപനത്തിന് ബെനിഫിറ്റാണ്. ഓക്കെ, അതേപോലെ റോവൻ പ്ലാൻ പ്രൊട്ടക്ട്സ് ബോത്ത് എംപ്ലോയർ ആൻഡ് വർക്കർ ഫ്രം ലൂസ് പ്രീമിയം റേറ്റ് സെറ്റിംഗ്. ഇലക്കും മുള്ളിനും കേടില്ലാത്ത രൂപത്തിൽ അങ്ങ് പോവും റോവൻ പ്ലാൻ ആകുമ്പോൾ. ഓക്കെ, എംപ്ലോയീസിന് ബോണസ് ലഭിക്കുന്നു, അതുപോലെ എംപ്ലോയർക്കും, രണ്ടുപേർക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ലഭിക്കുന്നു എന്നതാണ് റോവൻ പ്ലാൻ്റെ പ്രത്യേകത ആസ് കമ്പയർഡ് ടു ഹാൽസെ പ്ലാൻ. റോവൻ പ്ലാൻ ഈസ് എ സ്ട്രോങ് ഇൻസെൻറ്റീവ് ഫോർ ഇൻക്രീസിങ് ദ എഫിഷ്യൻസി. നോർമൽ കേസിൽ റോവൻ പ്ലാനാണല്ലോ ബെറ്റർ. എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളവും നോർമൽ കേസിൽ ബെറ്റർ റോവൻ പ്ലാനാണ്. കാരണം ഏതൊരു വർക്ക് നോക്കിക്കഴിഞ്ഞാലും ഇൻ എനി ഓർഗനൈസേഷൻ, വട്ട് എവർ മേ ബി ദ നാച്ചർ ഓഫ് ഓർഗനൈസേഷൻ, ജനറലി എങ്ങനെയാണ് ഉണ്ടാവുക? 10 അവർ സ്റ്റാൻഡേർഡ് ടൈമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര തന്നെ എഫിഷ്യൻ്റ് ആണെങ്കിലും ഒരു 6 അവറൊക്കെ എടുക്കൂലേ?
ഈ 10 അവർ ഫിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡൊക്കെ വെച്ചുകൊണ്ട് ഒരു പഠനങ്ങളൊക്കെ നടത്തിയിട്ടാണ്. അപ്പോൾ ആ 10 അവർ വെച്ച സ്ഥാനത്ത് 6 അവറിൻ്റെ താഴെ ടൈം ടേക്കൺ അല്ലെങ്കിൽ ടൈം സേവ്ഡ് 4 അവറിൽ കൂടുതലൊക്കെ വരാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു സ്ട്രോങ് ഇൻസെൻറ്റീവ് പ്ലാൻ തന്നെയാണ് ഫോർ ഇൻക്രീസിങ് ദ എഫിഷ്യൻസി. ഓക്കെ, ഹാൽസെ പ്ലാന് ചിലപ്പോൾ തിയറിറ്റിക്കൽ മാത്രമായിട്ട് മാറാനൊക്കെ സാധ്യതയുണ്ട്. റോവൻ പ്ലാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹാൽസെ പ്ലാൻ ഒരു തിയറിറ്റിക്കൽ കൺസെപ്റ്റാണ്. ഓക്കെ, പ്രാക്ടിക്കലി റോവൻ പ്ലാനാണ് ഒന്നുകൂടെ ബെറ്റർ. അതേപോലെ ഇൻ റോവൻ പ്ലാൻ ദ ക്വാളിറ്റി ഓഫ് വർക്ക് ഡസ് നോട്ട് സഫർ മച്ച്. നമ്മൾ പറഞ്ഞല്ലോ, ഹാൽസെ പ്ലാൻ ആകുമ്പോൾ എംപ്ലോയീസ് വളരെ റഷ് ആവാൻ സാധ്യതയുണ്ട്. കാരണം കൂടുതൽ ടൈം സേവ് ചെയ്യുമ്പോൾ അതിനാനുപാതികമായിട്ട് ഇൻക്രീസിങ് റേറ്റിലാണ് അവിടെ ബോണസ് ഇൻക്രീസ് ചെയ്യുന്നത് അറ്റ് ഹയർ ലെവൽ ഓഫ് എഫിഷ്യൻസി. അതുകൊണ്ട് അവർ മാക്സിമം ടൈം സേവ് ചെയ്യാൻ വേണ്ടി ഹാഫ് സ്റ്റാൻഡേർഡ് ടൈമിനേക്കാളും ടൈം സേവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ബോണസ് കൂടുതലാണല്ലോ ഹാൽസെ പ്ലാൻ പ്രകാരം. അതുകൊണ്ട് എംപ്ലോയീസൊക്കെ വളരെ റഷാവും. അങ്ങനെ റഷാവുന്ന സമയത്ത് ക്വാളിറ്റി ഓഫ് വർക്ക് അത് സഫർ ചെയ്യും. ഓക്കെ, ക്വാളിറ്റി ഓഫ് വർക്കിനെ ബാധിക്കും. എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അബ്നോർമൽ റഷ് സ്പീഡ് വന്നു കഴിഞ്ഞാൽ അത് ക്വാളിറ്റി ഓഫ് വർക്കിനെ ബാധിക്കും എന്നതും ഇവിടെ നമുക്ക് റോവൻ പ്ലാൻ ബെറ്ററാണ് എന്ന് പറയുമ്പോൾ പറയാൻ സാധിക്കുന്നതാണ്. ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഹാൽസെ പ്രീമിയം പ്ലാൻ ആൻഡ് റോവൻ പ്രീമിയം പ്ലാൻ, പ്രധാനപ്പെട്ട 2 പ്രീമിയം പ്ലാനുകളാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. അതിൻ്റെ തിയറിറ്റിക്കൽ പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ പ്രാക്ടിക്കൽ പ്രോബ്ലംസുമായി കാണാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് നെക്സ്റ്റ് ഒരു വീഡിയോ അടുത്ത് തന്നെ വരുന്നതാണ്. ലെറ്റ് us see again. Thank you for all.